പെന്തക്കോസ്തു വിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെട്ട് യുക്തിവാദിയായി മാറിയ പെൺകുട്ടിയുടെ അനുഭവസാക്ഷ്യം കേൾക്കുക. പെന്തക്കോസ്തു വിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെട്ട് യുക്തിവാദിയായി മാറിയ ഹേബ ജോർജിന്റെ വാക്കുകൾ കേൾക്കുക. ഹേബ നിലമ്പൂർ സ്വദേശിയാണെങ്കിലും ഇപ്പോൾ കാനഡയിലാണ്. തൻ്റെ അനുഭവങ്ങൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം, ലോകത്തോടത് വിളിച്ചു പറയണം എന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് i2v ന്യൂസ് കാണാൻ ഇടയായത്. ഹേബ i2v ന്യൂസുമായി പങ്കുവെച്ച ആ ചിന്തകൾ കേൾക്കുക. സാർ, ഞാൻ സാറിനോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം ഈ സമകാലികമായിട്ട് നടക്കുന്ന ടിനു ജോർജും അയാളുടെയൊക്കെ കാര്യങ്ങളെ കഴിഞ്ഞും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് സാറിനോട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. കാര്യം, ഞാൻ ഒരു നാമധേയ പെന്തക്കോസ്ത്, അതായത് നമ്മൾ സാധാരണ കാണുന്നില്ല ഈ കമ്മലും മാലയിടാത്ത ഈ വെള്ളയൊക്കെ ഇട്ട് നടക്കുന്ന പാസ്റ്റേഴ്സ്, ഭാര്യമാര്, അങ്ങനെ ആ ഒരു ടിപ്പിക്കൽ പെന്തക്കോസ്ത് അന്തരീക്ഷം, ഒരു അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥയെക്കുറിച്ചാണ് സാറിനോട് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പം ടിനു ജോർജിനെയും കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കേൾക്കുന്നത് വളരെ മോശമാണെങ്കിലും എനിക്ക് ഇവരെയൊന്നും നേരിട്ട് പരിചയ ബന്ധമില്ല. കാരണം ഞാൻ ഏകദേശം ഈ പെന്തക്കോസ്ത് മതം വിട്ടിട്ട് ഒരു 8-9 വർഷമായി. ഞാൻ ആ മതത്തിലല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഞാൻ കംപ്ലീറ്റ് ഇറിലീജിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. പിന്നെ കാരണം ഞാൻ ഇതിനകത്ത് ജനിച്ചു വളർന്നപ്പം വളരെ കൊച്ചു പ്രായത്തിൽ മുതലുള്ള എൻ്റെ ഈ ദുരനുഭവങ്ങൾ ഞാൻ കൂട്ടി വായിച്ചപ്പം ഇതിനകത്ത് നിൽക്കുന്നതിന് യാതൊരു പ്രയോജനവും ഇല്ലയെന്ന് എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ മതം വിട്ടു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു പെൺകൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇതിനകത്ത് കുറേ കാലം ഇപ്പം നമ്മൾ വിദ്യാഭ്യാസവും പരമായിട്ട് നമ്മൾ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ബൈബിള് നമ്മളിരുന്ന് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്. ഞാൻ ഏകദേശം ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളെപ്പോലുള്ള ഒരാൾക്കാർ, ഈ 5ാം ക്ലാസ്സും കുസ്തിയുള്ള ആൾക്കാർ വന്ന് വചനം നമ്മളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വലിയ വലിയ എൻജിനീയേഴ്സും വലിയ ആൾക്കാരൊക്കെ വലിയ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് വചനത്തിൻ്റെ ഈ സിമ്പിൾ ലാംഗ്വേജ് വായിച്ചാൽ സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവരീ പറയുന്ന ഉപദേശവും പിന്നെ ഇവരീ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവരുടെ വ്യക്തി ജീവിതവും അല്ലെങ്കിൽ ഇവരുടെ വചനവുമായിട്ട് അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഒരു ആഡംബരത്തിന് ബൈബിൾ കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങളൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ചിന്തിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, വളരെ യങ് ഏജിൽ തന്നെ ഇവർ പിള്ളേരുടെ മനസ്സിനകത്തൊരു ആശയം കുത്തിവെക്കും. അതായത്, നിങ്ങൾ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല, നിങ്ങൾ നേരെ നരകത്തിലേക്ക് പോകും. അതായത് നരകത്തിൻ്റെ ഒരു തീവ്രത പറഞ്ഞ് നമ്മളെ ചെറുപ്പം മുതലേ പേടിപ്പിച്ച് വെക്കും. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവരെന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ചോദ്യം ചെയ്യാനുള്ളൊരു പ്രയാസം, അത് വളരെ യങ് ഏജിൽ തന്നെ. അപ്പം നമ്മളുടെ ഉള്ളിൽ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് ഇവർ ക്രിയേറ്റ് ചെയ്ത്, സാറ് പറഞ്ഞ പോലെ ഒരു മസ്തിഷ്ക ബലാത്സംഗം എന്ന് പറഞ്ഞ് അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ആപ്റ്റായിട്ടുള്ള വേർഡാണെന്ന് ഞാൻ പറയും. കാരണം അത്രയും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മളെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ, അതായത് ഒരു ദൂഷിത വലയത്തിലാക്കി ഇതൊരിക്കലും പൊട്ടിച്ച് പുറത്തു പോകാൻ പറ്റാതെ നമ്മളുടെ സെൽഫ് എസ്റ്റീം, അതായത് നമുക്ക് വേണ്ട ആത്മവിശ്വാസത്തെ എല്ലാം കളഞ്ഞ് കംപ്ലീറ്റ് നമ്മളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം വേറെ ആരുടെയോ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന പോലത്തെ ഒരു അന്തരീക്ഷം. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കുതന്ത്രം എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റ് കണ്ട് നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവർ ഏതെങ്കിലും ഒരു വചനം എടുത്തിടും. കാരണം വചനം, ദൈവനാമം ദുഷിക്കപ്പെടാൻ പാടില്ല, പിന്നെ തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, അതായത് അവരുടെ ഫ്രീഡത്തിന് അവരത് ചെയ്യട്ടെ, നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുക. അതായത് നമ്മളെ പിന്നെയും കൺട്രോൾ ചെയ്യുന്ന പോലെ, അതായത് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുപോലെ രീതിയിൽ ഇവർ ഏതെങ്കിലും അവിടെ ഇവിടെയും കിടന്ന ഒരു വചനം എടുത്തുകൊണ്ട് വന്ന് നമ്മളെ പിന്നെ ഇട്ട് ബൈൻഡ് ചെയ്യും. ആ ഒരു രീതിയിൽ ഒരു വല്ലാത്തൊരു ബോണ്ട്, അതൊരു ഒരു ബോണ്ടേജ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മളൊരു ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആക്കിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇതിനകത്തുള്ളത്. അതായത് നമ്മൾ ഇതിൻ്റെ തെറ്റുകളൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് അതിനെക്കുറിച്ചുള്ള അർത്ഥം. അപ്പം
ഞാന് ഇപ്പൊ നമ്മളിപ്പോ ഇത് ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടും കേട്ടുമാണ് നമ്മൾ വളരുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിനകത്തെ കുറിച്ചുള്ളൊരു തെറ്റ് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഒരു അധപ്പതിക്കപ്പെട്ട ഒരു 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 ആശയാണ് നമ്മളിലേക്ക് തന്നെ കയറ്റുന്നത്. കാരണം ഇന്നും ഒരു ഒന്നോ രണ്ടോ ദിവസമല്ല നമ്മൾ ഇതിനകത്ത് ജീവിക്കേണ്ടത്. കാരണം ഒരു മതത്തിൽ നമ്മൾ ചേർക്കപ്പെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ കൺസീവ് ചെയ്തിട്ടുള്ളത് ആയുഷ്കാലം മുഴുവനും നമ്മൾ ഇതിനകത്ത് ജീവിക്കണം, മരണം വരെ എന്നാണ് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിനകത്ത് ഒരു സ്വാതന്ത്ര്യം ഇല്ല, നമുക്കിതിനകത്ത് ഒരു ഒപ്പീനിയൻ പറയാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ല, എല്ലാത്തിലും നമ്മൾ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലത്തെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഒരു പരിധി കൂടുതൽ മനുഷ്യനെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. എന്തൊക്കെ ഇവരാക്കി കഴിഞ്ഞാലും ഒരു പരിധിയിൽ കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം പല പിള്ളേർക്കും ഇങ്ങനത്തെ തന്നെ ഇതേ സമാനമായ രീതിയിൽ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ മതം വിടാൻ പേടിയാണ്. കാരണം അവർ പറയുന്നത് യേശുക്രിസ്തു ഇന്നല്ലെങ്കിൽ നാളെ വരും, നമ്മളെ കൊണ്ടുപോയില്ലെങ്കിലോ, ഇങ്ങനെയുള്ള ഭയത്തിലാണ് അവർ ഇന്നും ജീവിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു അന്ധവിശ്വാസം കുത്തിക്കയറ്റി വെച്ചിട്ട്, കാരണം ഇതിനകത്തെ തെറ്റും ശരിയും ഒന്നും നമുക്ക് പറയാൻ പറ്റാതെ ഇതിനകത്ത് പിന്നെയും പേടിച്ച് ജീവിക്കുക. അതാണ് ഏറ്റവും വലിയൊരു മാനസികാവസ്ഥ. ഇതിനകത്ത് എനിക്ക് ഈ പാസ്റ്റർമാരെ കുറിച്ചൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രവാചകന്മാർ അല്ല, പണ്ടും അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഈ ടിനു ജോർജിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരൊക്കെ വണ്ടറടിച്ച് സർപ്രൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണല്ലോ പിന്നെ പല പ്രതികരണം വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ആലോചിക്കുന്നത് ഇതുമല്ല, ഇതിന്റെ അപ്പുറമാണ് അതിനകത്ത് നടക്കുന്നത്. എന്നിട്ട് ഇവരെന്തുകൊണ്ട് ഇത്രയും വലിയൊരു സർപ്രൈസ് എലമെന്റ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇതിനകത്തൊന്നും ഭാഗവാക്കല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമായിട്ടും ബന്ധമില്ല എന്നുള്ളൊരു മട്ടിലുള്ള ഒരു സംസാര രീതി, അത് എനിക്ക് തീരെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. കാരണം എനിക്കറിയാം, എനിക്ക് അടുത്തുള്ളൊരു സുഹൃത്ത് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരി ഈ ജിമ്മിലൊക്കെ പോയി തുടങ്ങി അത്യാവശ്യം ശരീരമൊക്കെ നന്നാക്കി ഡയറ്റൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പെങ്കൊച്ച്. അതിനെ ഒരു പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പം നേരെ അയാൾ പറയുകയാണ്, ആ പെങ്കൊച്ച് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് ഈ പെങ്കൊച്ച് ജിമ്മിൽ പോകുന്നത് ഈ പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, അതായത് നീ ജിമ്മിൽ പോകുന്നതിലൂടെയാണ് നിനക്ക് പൈശാചിക ശക്തി, പിശാചിന്റെ ഒരു പോരാട്ടം നിന്നിലേക്ക് ഇതാകുന്നത്, അത് നീ ജിമ്മിൽ പോകുന്നുണ്ടാണ്. നോക്ക് എന്തൊരു എനിക്കറിയില്ല ഇതിനെ ഞാൻ ഇതെങ്ങനെ വിവരിച്ചിട്ട് എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല. അതായത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അമിത ഭക്ഷണം പാപമാണ്. ഇതിനകത്ത് പലർക്കും ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങില്ല. ഈ ആഹാരം, അതായത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുന്ന ആൾക്കാരോട് ഇവർ കാണിക്കുന്ന ഒരു പുച്ഛം, അല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ സദ്യ മാത്രം ഉണ്ടാക്കി, നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ നമ്മൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇവർ വേറൊരു രീതിയിൽ പാപകരമായിട്ട് കാണുന്നു. അതായത് ഉണ്ണുന്ന ഭക്ഷണത്തെ പോലും കൂടെ നിന്നിച്ച് അതിന് പോലും ഒരു സിംപ്ലിസിറ്റി കാണിക്കാനുണ്ട്. ഈ ആഭരണം ഊരി ഇവർ ഈ വെള്ളയും ഇട്ടിട്ട് ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് എനിക്ക് ഇതിനകത്ത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം. കാരണം ആഭരണം ഇടരുതെന്ന് ദൈവം വചനത്തിൽ എങ്ങും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ബൈബിളിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ആഭരണം ഉപയോഗിച്ചിട്ടുള്ള എത്രയോ ഇൻസ്റ്റൻസസ് ബൈബിളിലുണ്ട്. പിന്നെ അവിടെ ഇവിടെയും ആഭരണത്തെ ചില രീതിയിലൊന്നും വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വിമർശനം അത് ചെയ്യരുതെന്നും തമ്മിലുള്ളതിൻ്റെ വ്യത്യാസം ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കാണുമ്പോൾ ഇവർക്ക് ആഭരണം മാത്രമേ ഇല്ലാത്തുള്ളൂ, മറ്റ് ആഡംബരങ്ങളെല്ലാം ഉണ്ട്. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവർ ഒരുപാട് ലാവിഷ്, ഇവർ വലിയ വലിയ കാറുകൾ, വലിയ വലിയ വീട്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം ഇവർക്കുണ്ട്. പിന്നെ ഈ ആഭരണത്തോട് മാത്രം എന്താണ് ഇവർക്ക് ഇത്ര പുച്ഛം? പിന്നെ ഇവർ പറയുന്നത് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് പൊന്മണിമാലയും ശുഭ്രവസ്ത്രവും ഒക്കെ തരും, അപ്പോൾ ഇവിടത്തെ ആഭരണത്തിന്റെ ആവശ്യമില്ലെന്ന്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ദൈവം ഒരു ഇരട്ടത്താപ്പുകാരനാണോ? അതായത് ഇവിടെ ആഭരണം ഇടാത്ത ഒരാൾക്കാർ എങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ആഭരണം ഇടും? ഇവിടെ ഇതിനോട് ഇൻടോളറൻസ് കാണിക്കുന്ന ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഇതിനെ ടോളറേറ്റ് ചെയ്യും എന്നൊരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചു. കാരണം ഇവിടെ അപ്പം നമ്മൾ വേറെ മതത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കിട്ടാത്തത് സ്വർഗത്തിൽ കിട്ടും. ആ ഒരു അവസ്ഥയാണ് എനിക്കത് തീരെ എനിക്കതങ്ങോട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പം ഇതിൻ്റെയൊക്കെ പേരിലൊക്കെയാണ് ഞാൻ നിർത്തിയത്. കാരണം ഇതിനകത്ത് ഞാനിപ്പോൾ ഇല്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. കാരണം ഇതിനകത്ത് നിൽക്കുന്നവർക്ക് ഇവരുടെ തനി നിറം അറിയുള്ളൂ. എല്ലാവർക്കും ഇവരുടെ ഈ തനി സ്വഭാവമൊന്നും
അറിയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ ഈ പുറമേ കാണിക്കുന്ന ആദർശം മാത്രമേ ഇവർക്കുള്ളൂ. ഇവരുടെ ഉള്ളിലെ ജീവിതമായിട്ട്, അതായത് ഇവരുടെ രഹസ്യ ജീവിതം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് ഇവർ ഈ പറയുന്ന ഉപദേശങ്ങളുമായിട്ടൊന്നും അല്ല ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ നേർ വിപരീതമായിട്ടാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിരോധാഭാസം ഞാൻ പറയുമ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇവരുടെ പേഴ്സണൽ ലൈഫും ഇവർ ഈ പുറമേ കാണിക്കുന്ന ഈ ആദർശമായിട്ട് യാതൊരു വ്യത്യാസമില്ല. കാരണം എങ്ങനെ ആഭരണം ഇടാണ്ട് കുറേ അന്യഭാഷ പറഞ്ഞു, പ്രാർത്ഥിച്ചു, കുറേ കൈകൊട്ടി, കുറേ ഒച്ചയിട്ടു. അത് എങ്ങനെ ഒച്ചയിട്ടിട്ട് എന്താ കാര്യം? മനസ്സ് നന്നാവണ്ടേ? ഉള്ളു നന്നായാലല്ലേ? അതല്ലേ ദൈവം കാണുന്നത്? ഹൃദയമാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ നിങ്ങൾ പുറമെ എന്തൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടി ആൾക്കാരെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞാലും, അതായത് ഈ വെള്ള തേച്ച ശവക്കല്ലറ എന്ന് പറയുമ്പം ഇതിനെക്കുറിച്ച് തന്നെ ദൈവം ഇട്ടൊരു വാക്യം എന്ന് പറഞ്ഞു, ഈ ആട്ടിൻതോലിട്ട ചെന്നായ. അതായത് ഒരു ചെന്നായ എങ്ങനെ, അതായത് ഒരു ആട്ടിൻ്റെ തോലണിഞ്ഞ് ആടിൻ്റെ രൂപം എടുത്തു വന്നാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇവർ നമ്മളെ പല രീതിയിലും വഞ്ചിക്കുന്നത്. കാരണം ഇവർ ഈ പ്രവാചകന്മാരെ കൊണ്ടുവന്ന് നമ്മളുടെ തലയിൽ കൈവെപ്പിക്കും. ഇവർ നമ്മളെക്കുറിച്ച് ഇതും പറയും, നിന്റെ ഭാവി ദൈവം ശോഭനാക്കും, അതാക്കും, മാങ്ങയാക്കും, തേങ്ങയാക്കും. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത് ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്നതിനെ കഴിഞ്ഞും എത്രയോ 10 മടങ്ങ് ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇവർ ഈ ദൂതും പറയും ഒന്നും ഒട്ടും നടക്കുകയില്ല. അപ്പം അവിടെ തന്നെ നമ്മളുടെ ഒരു ഹോപ്പ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പം തന്നെ നമ്മളുടെ റിയാലിറ്റി, ആ പ്രാക്ടിക്കൽ ലൈഫിനെ പ്രാക്ടിക്കലായിട്ട് കാണാതെ സാറ് പറഞ്ഞ പോലെ ഒരു ഇല്യൂഷനകത്ത് കൊണ്ടുപോയി നമ്മളൊരു പ്രത്യേക ഒരു സാഹചര്യത്തിലാക്കിയിരിക്കും, ഒരു സൈക്കിക് എൻവയൺമെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മളൊരു പ്രത്യേക ജീവിതം ജീവിക്കും. ഇവരോട് സംസാരിച്ചാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവരോട് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ലോജിക്കലായിട്ടുള്ള ഒരു റീസണിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു യുക്തിയോടുകൂടെയുള്ള ഒരു മറുപടി ഇവരൊരിക്കലും പറയില്ല. പിന്നെ ഫുൾ ടൈം 6th സെൻസിലാണ് മറുപടി. പിന്നെ എല്ലാ കാര്യങ്ങളും ദൈവം എന്നോട് അങ്ങനെ ഇടപെട്ടു, ദൈവം എന്നോട് പറഞ്ഞു. എനിക്ക് ഏതായാലും ദൈവത്തോട് നേരിട്ട് സംസാരിച്ച് പരിചയമില്ല. പക്ഷെ എൻ്റെ ഏറ്റവും വലിയൊരു മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കുന്നു, നീ എന്തിന് ഞാൻ ഈ കണ്ട ജാതിമത ഭേദമന്യുള്ള ഒരു ലോകത്ത് നീ എന്തിനാ എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി ജനിപ്പിച്ചു? ഞാൻ പിന്നെ ചിന്തിക്കുന്ന കാര്യം, ഞാൻ ഇത് നേരിട്ട് ചോദിക്കണമെങ്കിൽ ഞാൻ മരിച്ച് പരലോകത്തെത്തി കഴിഞ്ഞിട്ട് ദൈവത്തോട് ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ ജന്മത്തിൽ അങ്ങനെ ഇപ്പോൾ ദൈവത്തോട് നേരിട്ട് ചോദിച്ചിട്ട് ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി ഇതിനകത്ത് സ്ത്രീകളെ കൊണ്ടുള്ള ഒരു ശല്യമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അതായത് ഒരു മിഡിൽ ഏജ്ഡ് സ്ത്രീകൾ, അതായത് ഒരു 40-45+ ഈ ഒരു ഏജിലുള്ള സ്ത്രീകൾ, അതായത് ആഭരണം ഇടുന്ന ഒരു ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ ഇവർ അടിമുടി നോക്കി നമ്മളെ ചൂഴ്ന്നിറങ്ങിയ ഒരു നോട്ടമുണ്ട്. ഇവരുടെ ഒരു ചൊറി എനർജി നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും. അതായത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മളെ അങ്ങോട്ടും അടിമുടി അങ്ങ് നോക്കി പിന്നെ അങ്ങോട്ട് ഉപദേശമാണ്. അതായത് ആഭരണം ഇടുന്നത് തെറ്റാണ്, പിന്നെ അതായത് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളങ്ങോട്ട് ഇതാക്കിക്കൊണ്ട് പോവുക. അപ്പം എനിക്കറിയുന്ന വേറെ ഒരു സുഹൃത്ത്, അതായത് അവർ വചനം വായിച്ച്, അതായത് ബൈബിള് വായിച്ച് തന്നെ അവർക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞ്, എനിക്കൊന്ന് ചർച്ചിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചർച്ചിലൊന്നും പോകാറില്ല, എനിക്ക് വേണമെങ്കിൽ പോവാം. ഞാൻ ഇതിനകത്ത് കുറ്റവും നല്ലതും പറഞ്ഞില്ല, ചീത്തയും പറയാൻ നിന്നില്ല. പക്ഷേ ഈ കുട്ടി അവസാനം ഒരു പള്ളിയിൽ പോയി, ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ പോയി, ഒരു സാധാരണ ഒരു ടിപ്പിക്കൽ പെന്തക്കോസ്ത് സഭയിൽ പോയി. അതിനകത്ത് ചെന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഇതും ഒരു അന്തരീക്ഷവും അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷവും ഒക്കെ ആയിരുന്നു ഇവർക്ക്. പിന്നെ ഇവളെ ഓരോ കാര്യത്തിലേക്ക് വിളിച്ചുകൊണ്ട് ഓരോ മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിക്കുക, പിന്നെ ഓരോ പ്രാർത്ഥനക്കാരെ വിളിച്ചുകൊണ്ട് ഇവളുടെ തലയിൽ കൈവെപ്പിക്കുക. പിന്നെ പതുക്കെ ആ തനിനിറം കാണിച്ചു തുടങ്ങി. അതായത് ആഭരണം അഴിക്കണം, പിന്നെ വ്യക്തി ജീവിതത്തിലേക്കുള്ള ഒരു കൈകടത്തലാണ്, പിന്നെ കംപ്ലീറ്റ് ഇവരുടെ കൺട്രോളിലാണ്. പിന്നെ നമ്മളുടെ ലൈഫ് നമ്മളുടെ ജീവിതം പിന്നെ നമ്മളല്ല ഓൺ ചെയ്യുന്നത്. ഞാൻ ഇതിൽ നിന്ന് വിട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അതായത് പിന്നെ നമ്മളുടെ ജീവിതം നമ്മളുടെ കൺട്രോളിലാണ്. ആ തുടക്കത്തിലൊക്കെ ഭയങ്കര ഒരു വിഷമവും ഇതൊക്കെ ആയിരുന്നു. കാരണം ഇവരെ കൊണ്ടുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് നമുക്ക് താങ്ങാൻ പറ്റാത്തത്. അതായത് മാനസികമായിട്ട് നമ്മൾ ഈ മതത്തിൽ നിന്നൊക്കെ വിട്ടു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതിനെ തുടർന്നുള്ള ഇവരുടെ ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ
അതായത് അതിൽ നിന്നൊക്കെ ഞാൻ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഞാൻ പുറത്തു വന്നു. പക്ഷെ ആ ഒരു പ്രോസസ്സ് ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു ഒരു വേദന എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിരുന്നു. കാരണം ഞാൻ പല രീതിയിൽ ഇവർ ഇല്ലാവചനം പറഞ്ഞ് അപവാദം പറഞ്ഞ് ഫലിപ്പിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാക്കി. പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ വക വരുത്തി കളയുമെന്ന് പോലും കൂടെ ഉള്ളൊരു മാനസിക ഭയം എനിക്ക് ഇന്നും ഉണ്ട്. തീർച്ചയായിട്ടും അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇവർ നമ്മളെ എന്തെങ്കിലും കാണിച്ച് നമ്മളെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആക്കിക്കളയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളെ പെടുത്തിക്കളയോ എന്നുള്ളൊരു മാനസിക ഭയം എനിക്ക് തീർച്ചയായിട്ടും ഇതിനകത്തുണ്ടായിരുന്നു. കാരണം ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവർ എല്ലാം തികഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്, ഇവർ ഈ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈ കടന്ന് ചില ഉപദേശങ്ങളൊക്കെ ഇവർ ഉപദേശിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇവരുടെ റിയൽ ലൈഫിൽ ഇവർ ഈ പറയുന്ന കണക്ക് ജീവിക്കുന്ന ആൾക്കാരായിരിക്കുന്നത്. അതായത് ഇവരുടെ ഈ ഉപദേശവും ഇവരുടെ യഥാർത്ഥ ജീവിതവും തമ്മിൽ ഘടകവിരുദ്ധമായിട്ടുള്ള വ്യത്യാസം ഒരു ബന്ധമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇവരുടെ തനിനിറം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇവർ ജാതികൾ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കണ്ണുപോലും തള്ളിപ്പോകുന്ന രീതികളാണ് ഇവരുടെ ഉള്ളിൽ നടക്കുന്നത്. അത്രയാൽ മ്ലേച്ഛകരമായിട്ടുള്ള സംഭവങ്ങൾ, അത്രയ്ക്കും. അതായത് ഏതെന്നൊന്നും ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല, പലരുടെയും പേരും ഞാൻ ഇതാക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പം ഇവർ ഈ വണ്ടറടിച്ച് നിൽക്കുന്ന ഇവരുടെ ഈ അഭിനയം കാണുമ്പം അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവർ സിനിമ കാണില്ല എന്ന് പറയുമെങ്കിലും ഇവർക്ക് നന്നായിട്ട് ഒരു അഭിനയം, അവർക്ക് നാട്യം നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു വല്ലാത്തൊരു ഒരു കളിയാണ്. ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. എനിക്കത് തീരെ അങ്ങോട്ട് മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇവർ കയറി ഇടപെട്ട്, അതായത് ഒരു ആഭരണം ഇട്ട പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് മനപ്രയാസം, അല്ലെങ്കിൽ ഇവർക്ക് മറ്റ് രീതിയിൽ ഇവരുടേതായ രീതിയിൽ നമ്മൾ നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്ന വാക്കിനോട് നമ്മൾ കീഴ്വഴങ്ങി നിന്ന് ഒരുവിധം ഒരു ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കതങ്ങോട്ട് സഹിക്കില്ല. പിന്നെ അവർ പറയുന്ന ഏതൊരു വചനവും വളച്ചൊടിച്ച് അവരുടെ ആശയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഭയങ്കര ട്രിക്കി ആയിട്ടാണ് ഇവർ കാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നതും ഇവരുടെ ഒപ്പീനിയനായിട്ട് വ്യത്യാസം വരുമ്പം നമ്മളെ ആ രീതിയിലിട്ട് നമ്മളെ ആ രീതിയിലിട്ട് അങ്ങോട്ട് ഒരു തരത്തിലൊരു ചൂഷണം ചെയ്യുക. ഇതിനകത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് അത് ഇവരുടെ ഒരു ക്രൂര വിനോദമാണിത്. എന്തൊരു കാര്യം ചോദിച്ചാലും ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ സാധാരണക്കാരോട് ഒരു കോൺവെർസേഷൻ, ഇപ്പം നിങ്ങളോടൊരു സംസാരം നടത്തുമ്പം നമ്മൾ പകുതി യുക്തി വെച്ചിട്ടാണ്, നമ്മൾ കൂടുതലും ഒരു യുക്തിയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഇവർ കംപ്ലീറ്റ് ഈ ലോകമല്ല എന്നാൽ പരലോകമാണോ അതും അല്ല, അതിൻ്റെ ഇടയിലുള്ള ലോകമാണോ അതും അല്ല, കംപ്ലീറ്റ് വേറെ ഏതോ ഒരു എൻറ്റിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ, ഒരു സിക്സ്ത് സെൻസിൽ നിന്ന് സംസാരിക്കുന്ന, അതായത് ഒരു സെൻസും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകില്ല. അങ്ങനെ ഒരു രീതിയിൽ. അതായത് ഞാനിത് ഈ മതം വിട്ടു, ഇപ്പം പലരും പറയും എല്ലാ പെന്തക്കോസ്തുകാരും അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. അതായത് ഞാൻ എല്ലാ പെന്തക്കോസ്തുകാരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ, ഞാനൊരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു അവകാശം തീർച്ചയായിട്ടും എനിക്കുണ്ട്. ഇതിനെക്കുറിച്ച് എതിർത്ത് സംസാരിക്കാനുള്ള ഒരു അവകാശം ഈ രാജ്യം എനിക്ക് തന്നിട്ടുണ്ട്. ഇവർക്ക് മതം പ്രചരിപ്പിക്കാൻ കഴിയുന്നത് പോലെ എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ഞാനും ജീവിക്കുന്നത്. അപ്പം അതിനുള്ള ഒരു അവകാശം എനിക്ക് ഈ രാജ്യം തന്നിട്ടുണ്ട്. ഇവരിനി ചോദിക്കാൻ പോകുന്നത്, ഇനി ദൈവവിശ്വാസിയാണോ എന്ന് എന്നോട് ചോദിക്കും. പിന്നെ അത് വെച്ചിട്ട് നമ്മളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും എനിക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ ഒരു അനുഭവം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അനുഭവം ഇത് തന്നെയാണ്. അത് ഒരു പേടി കൂടാതെ ഞാൻ പറയുകയും ചെയ്യും. ഞാൻ ഇതിനകത്ത് കണ്ടത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ കണ്ടത്. പിന്നെ ഇതിൽ നിന്ന് പുറത്ത് വരുന്ന ആ ഒരു പ്രോസസ്സ് നമുക്കൊരു ഇച്ചിരി വിഷമകരമാണെങ്കിലും നമ്മളതിനകത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം നമ്മളുടെ കയ്യിലാണ്. പിന്നെ നമ്മളാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അല്ലാണ്ട് ഇവരല്ല. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നിയന്ത്രണം ഇവർക്ക് ഇല്ല. നമ്മളൊരു ദൂഷിത വലയത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ തുടക്കത്തിലൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും പിന്നീടാണ് നമുക്ക് നമ്മൾ ആ ഒരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിയുന്നത്. ആ ഒരു തിരിച്ചറിവ് തന്നെ ഒരു വലിയൊരു കാര്യമെന്ന് ഞാൻ പറയും.
അങ്ങനെ. അപ്പൊ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ ഇവരുടെ രീതിയിൽ കീഴടക്കിപ്പിച്ച്, അതായത് ഇവരുടെ രീതിക്കനുസരിച്ച് കൊണ്ടുപോയി ഇവരുടെ നിയന്ത്രണത്തിലാക്കി നമ്മൾ ഇവരുടെ ഒരു കളിപ്പാവ പോലെ. അപ്പൊ എനിക്ക് ഇവരുടെ കളിപ്പാവയാകാനൊന്നും താല്പര്യമില്ല. അതായത് നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മളുടേതായ അഭിരുചികളും നമ്മളുടേതായ അതായത് നമ്മളുടേതായ ഒരു എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻസ്, അങ്ങനെയാണ് നമ്മൾ നമ്മൾ ജീവിക്കുകയും ചെയ്യും. നമ്മളുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ ഫേസസ് നമ്മൾ ഓരോ രീതിയിൽ നമ്മൾ ജീവിച്ച് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് ഒരു സഭയെയോ അല്ലെങ്കിൽ ഒരു സഭയിലെ കൂട്ടരെയോ അല്ലെങ്കിൽ കുറേ കൂട്ടുവിശ്വാസികളെ ആശ്രയിച്ചാകരുത് നമ്മളുടെ ജീവിതം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ. പിന്നെ ഇവർ കല്യാണം കഴിപ്പിക്കുന്ന ഓരോ അവസ്ഥകൾ, അതായത് ഇവർ ഈ വൈറ്റ് ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. അതായത് ഏതെങ്കിലും നമ്മളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ ഡിസൈനുള്ള സാരികൾ അങ്ങനെയൊക്കെ എടുക്കുമായിരിക്കും. അങ്ങനെ ഒരു സാരിയും കൊണ്ട് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവരത് ഭയങ്കര ട്രോമയായിട്ട്, അതായത് അതുടനെ അഴിപ്പിച്ച്, അതായത് ഇങ്ങനത്തെ സാരി അല്ല ദൈവം വെള്ളയിൽ മാത്രമേ പ്രസാദിക്കുള്ളൂ, വെളുത്ത നിറമാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിറം. അത് എങ്ങനെ, എനിക്ക് ഈ വിശുദ്ധി അങ്ങനെ ഒരു രീതിയിൽ വന്നതുകൊണ്ട് അത് വെളുത്തതായിട്ട് ഇവർ ചിത്രീകരിച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തെയാണ് ഇവർ ഈ പറയുന്നത്. അത് ഒരു കാര്യത്തിൽ ഒരു ജെന്യുവിനും അല്ല. ഈ പുറമേ കാണിക്കുന്ന എല്ലാ കാര്യത്തിലും ഇവർ ഭയങ്കര ആദർശം കാണിക്കുമെങ്കിലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഇവരൊരു ജെന്യുവില്ല, കംപ്ലീറ്റ് ഫേക്ക്. അതാണ് എനിക്ക് തീരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വിവാഹം കഴിച്ചു, അത് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, പിന്നെ നമ്മൾ ഭൂലോകം ഒരു വലിയൊരു തെറ്റ് ചെയ്ത പോലെ. ഇപ്പം എനിക്കറിയാവുന്നൊരു ഞാൻ കാരണം ഇതിനകത്താണല്ലോ ജനിച്ചത്, അപ്പോൾ ഒരുപാട് പേരുടെ അനുഭവം എനിക്കറിയാം. അപ്പം എനിക്കറിയാവുന്ന വേറെ നമ്മളുടെ പള്ളിയിൽ വരുന്ന ഒരു ചേച്ചി, ആ പുള്ളിക്കാരിയെ കല്യാണം കഴിപ്പിച്ചപ്പം ഇങ്ങനെ പറഞ്ഞ് വഞ്ചിച്ച കല്യാണം കഴിപ്പിച്ച ആ ഒരാൾ മാനസിക രോഗിയായിരുന്നു. അപ്പം കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കത് മനസ്സിലായത്. അപ്പൊ ഇവർ ആ പേരും പറഞ്ഞ് ഡിവോഴ്സ് ആക്കി. അപ്പൊ ഉടനെ ഈ ചേച്ചി പിന്നെ ആ വീട്ടിൽ നിന്ന് വന്നു, സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുക. പിന്നെ ആരാധനയ്ക്ക് വരുമ്പോൾ ഓരോ പാസ്റ്റർമാരെ വിടിയിപ്പിച്ചിട്ട് അതായത് നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ്, പിന്നെ കുറെ നാൾ ജീവിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഭ്രാന്ത് വരുന്നതെങ്കിൽ നമ്മൾ അവരെ നോക്കൂലേ? അപ്പൊ ഇപ്പൊ എന്താ നോക്കിയായിരുന്നു? ഞാൻ അയാൾ ആ പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചത്, നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഒരു വ്യാഴവട്ടം കൂടെ കഴിഞ്ഞ ഒരാൾക്ക് ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നത് പോലെയാണോ നമ്മൾ പറഞ്ഞു വഞ്ചിച്ചിട്ട് ഒരാളെ ഇങ്ങനെ നമ്മളുടെ തലയിൽ കെട്ടി വെച്ചിട്ട് ആയുഷ്കാലം മുഴുവനും ഇവര് സഹിച്ചോണെന്ന് പറയുമ്പോൾ എന്തൊരു ക്രൂരത! അതായത് ഇവര് നിരപരാധികളെ ഉപദ്രവിക്കുന്ന രീതിയിലല്ലേ ഇവരുടെ ഈ പരിപാടി എന്ന് ഞാൻ ചിന്തിച്ചു. അതായത് ക്രൂരത കാണിക്കുന്നവരെ ന്യായീകരിക്കാൻ അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ ക്രൂരത കാണിക്കുക, ഈ അന്യായം കാണിക്കുന്നവര് അവര് സുഖമായിട്ട് അവരുടെ കാര്യമാക്കി അവര് ജീവിക്കുന്നുണ്ട്. അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഒന്നും ചെയ്യാത്ത ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ? അതെ, അത് പല രീതിയിലും. പിന്നെ നമ്മളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ മാക്സിമം അങ്ങോട്ട് കോർണർ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരുടെ ഓരോരോ പരിപാടികളും. എൻ്റെ ദൈവമേ, അന്യഭാഷയൊക്കെ പറയുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇവര് കഴിഞ്ഞിട്ടേ ഉള്ളെന്ന്. ഏറ്റവും ചീത്ത കാര്യത്തിൽ ഇവർ കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യം കണ്ണിന് മുമ്പിലുള്ള ന്യായം അന്യായം വേർതിരിച്ച് കാണാതെ എത്ര ഓണം ഉണ്ടിട്ട് എന്താ കാര്യം എന്ന് ഞാൻ ചിന്തിച്ചു പോവുക. പിന്നെ മറ്റു മതത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് പരമപുച്ഛം. ഏതൊരു അമ്പലം, മറ്റെല്ലാ ദൈവങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പിശാചുക്കളാ. അപ്പൊ നമ്മളിപ്പോ ഒരു അമ്പലത്തിന്റെ അടുത്ത് നമ്മൾ വീട് പണിയുക, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ അടുത്തൊരു വീടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാര് പ്രാർത്ഥിച്ചിട്ട് ഉടനെ പറയുന്നത് ആ അമ്പലത്തിലെ ശക്തി, അതിൻ്റെ പോരാട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സത്തിന് മുഴുവനും കാരണം. അപ്പം അതിനെ എതിർത്ത് പ്രാർത്ഥിക്കണം. അപ്പം പിന്നെ പറഞ്ഞു വരുന്നത്, ഈ അമ്പലം കാരണമാണ് നിങ്ങൾക്ക് സ്വസ്ഥത ഇല്ലാത്തത്, നിങ്ങൾ അവിടെ നിന്ന് വീടെടുത്ത് മാറണം. ഈ ഒരു രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് പറയുന്ന പ്രവാചകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ ചിന്തിക്കുന്നു, കോടാനുകോടി മനുഷ്യർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടുന്നു, അവർ നന്നായിട്ട് ജീവിക്കുന്ന എത്രയോ മറ്റ് അന്യമതത്തിലുള്ള എത്രയോ ആളുകളെ ഞാൻ കണ്ടു. അപ്പം എനിക്കിതൊന്നും അറിയണം, ഇവർ ഈ പ്രാർത്ഥിക്കുന്നത് പിശാചിനോടാണോ എന്നൊക്കെ. എനിക്ക് അന്നൊരു സ്വാഭാവികമായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഞാൻ അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവിടെ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഒരു പെന്തക്കോസ്ത് സഭയിൽ ഞാൻ പോയിട്ട് കണ്ടിട്ടില്ല. അതായത് ഈ പെന്തക്കോസ്തുകാർ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കൈകടത്തുന്ന പോലെ ഒരു അമ്പലത്തിലും അല്ലെങ്കിൽ മറ്റ് പള്ളികളിലെ ആൾക്കാരൊന്നും നമുക്കൊരു പ്രൈവസി ഉണ്ട്. ഇതിനകത്ത് ഒരു പ്രൈവസി ഇല്ലാതെ നമ്മൾ ജീവിക്കുക.
അതായത് മറ്റു മതത്തിലുള്ള ആൾക്കാർ നമ്മളുടെ ഈ വ്യക്തി ജീവിതത്തിലൊന്നും ഇങ്ങനെ ഒന്ന് കൈകടത്തി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ടങ്ങോട്ട് ഉപദ്രവിക്കാൻ വരില്ല. പക്ഷെ അതിൽ ഇവർ തോറ്റു എന്നുള്ളത്. അപ്പം ഞാൻ മറ്റമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് എത്രയോ അനുഭവങ്ങൾ എനിക്കങ്ങനെ, അതായത് ഒരുപാട് സന്തോഷത്തിൽ ഞാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതം വിട്ട പിന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക, എൻ്റെതായ ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് ഞാൻ ജീവിച്ച് ഞാൻ സന്തോഷിക്കാന്ന് പറഞ്ഞത്. അതായത് ഇവർ ഈ പറയുന്ന ഒന്നും സത്യമല്ല എന്നെനിക്ക് മനസ്സിലായി, മുഴുവനും നുണയാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് നമ്മളെ ഒരു പ്രത്യേക വിഭാഗമാക്കി മാറ്റി മറ്റുള്ളവരിൽ നിന്ന് എന്തോ വ്യത്യസ്തരാക്കി നമ്മളിങ്ങനെ നാണം കെടുത്തുക. ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം നമ്മൾ അവരുടെ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ കാണിക്കണം എന്നായിരിക്കും. മനസ്സിലാവുന്നില്ല എന്താന്ന് ഇതിന്റെ പിന്നിലുള്ള ലോജിക്കോ ഇതിന്റെ പിന്നിലുള്ള ഇവരുടെ ദുരുദ്ദേശം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.